ജാസ്മിൻ, എവിടെയായിരുന്നു ജാസ്മി? എവിടെയാണെങ്കിൽ ഞാൻ എത്തില്ല നിന്നെ തേടി. ജാസ്മിനി, എന്നെ നീ വിട്ടു പോവല്ലേ, എനിക്ക് പേടിയാ. ഇല്ല ഇല്ല, ഇനി നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ നിന്നെ വിട്ടു പോവില്ല. അല്പസമയങ്ങൾക്ക് ശേഷം, ജാസ്മിൻ പറയുന്ന പോലെയല്ല, എനിക്കിതിനുള്ള ധൈര്യമൊന്നുമില്ല. ഇത് പ്രാക്ടിക്കബിൾ ആണോ? ആണ്, ഇത് പ്രാക്ടിക്കബിൾ ആണ്. നിന്നെ കൊണ്ട് സാധിക്കും. നിന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് നീ തന്നെയല്ലേ പ്രതികാരം വീട്ടേണ്ടത്? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ ഒന്നും സംഭവിച്ചില്ലെന്ന് നിനക്ക് തന്നെ അറിയാം. പിന്നെ എന്തിനാ ഇത്രയും വർഷം നീ തന്നെ നിന്റെ ജീവിതം ഹോമിച്ചത്? അതും ഈ ഇരുണ്ടൊരു മുറിയിൽ. അത് ഞാൻ മാനസികമായിട്ട് തളർന്നു പോയതുപോലെ തോന്നി. നീ ഒരാളിവിടെ തളർന്നപ്പോ നിനക്ക് എന്തൊക്കെയാ നഷ്ടമായത്? സന്തോഷമായ ഒരു ഫാമിലി, നിന്റെ കരിയർ, നിന്റെ ഫ്യൂച്ചർ, ഇതെല്ലാം പോയില്ലേ? ഞാനും ഇപ്പോ ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നിന്റെ മുന്നിൽ വന്നപ്പോൾ മാത്രം നമുക്ക് തമ്മിൽ കാണാൻ സാധിച്ചത്. അല്ലാതെ നീ എന്നെ തേടി വരുമായിരുന്നോ? ഒരിക്കലുമില്ല. അത് പ്ലീസ്, അതുകൊണ്ടാ പറയുന്നത്, നീ ഇത് ചെയ്യണം. ആ ദുഷ്ടനുള്ള തിരിച്ചടി ഞാൻ മാത്രമല്ല കൊടുക്കേണ്ടത്, അതിന് നീയും എൻ്റെ ഒപ്പം ഉണ്ടാവണം. നമുക്ക് കൂട്ടായിട്ട് രണ്ട് ശക്തികളുണ്ടാകും. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. എമ്മു, പ്ലീസ്, ഇനിയെങ്കിലും നീ ഇങ്ങനെ തളർന്നിരിക്കരുത്. It's my request. കരയാതെ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രാണം പോലും നൽകും. ഇനി ഒരിക്കലും നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. നീ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. നീ അടി എൻ്റെ ധൈര്യം. അറിയാം, I'm always be with you. ഒരാഴ്ചയ്ക്ക് ശേഷം, ആരുമില്ലാതിരുന്ന തൻ്റെ വീട്ടിൽ TV കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിൻ. പെട്ടെന്നാണ് തൻ്റെ കയ്യിലിരുന്ന പോപ്കോൺ തീർന്നു പോയത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തീർന്നു പോയോ? ഷോ, പരസ്യമായില്ലേ, ആ സമയത്ത് പോയി എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് അവൾ എണീറ്റ് നേരെ കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു. ഇതേ സമയമാണ് ലിവിംഗ് റൂമിൽ വെച്ചിരുന്ന ജാസ്മിൻ്റെ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടാണ് ഡേവിഡ് അങ്ങോട്ട് വന്നത്. ഫോൺ റിങ് ചെയ്യുന്ന കേട്ടിട്ട് പോലും ഇത് ആർക്കും ഒന്നും എടുക്കണമെന്ന് തോന്നുന്നില്ലേ? ഇത് ആരുടെ ഫോൺ? വാട്ട്, ഇത് ആൽബിയുടെ ഫോണല്ലേ? മറ്റവനായിരിക്കും വിളിക്കുന്നത്. എന്തായാലും എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. ഡേവിഡ് കയ്യിലിരുന്ന ഫോണിൻ്റെ കോൾ ഓണാക്കി ചെവിയിൽ വെച്ച് മിണ്ടാതെ കുറേ നേരം നിന്നു. അപ്പോൾ തന്നെ മറുപുറത്ത് നിന്ന്, ഹലോ ജാസ്, നീ ഇതെവിടെയാ? വീട്ടിലാണോ? ഇങ്ങോട്ടൊന്നും നീ പറയണ്ട, ഇതെൻ്റെ പുതിയ നമ്പറാ. ഞാൻ എമ്മു, നിൻ്റെ എമിലി. പിന്നെ നിൻ്റെ ആ സ്റ്റെപ്പൻ അവിടെ കാണും. അതുകൊണ്ട് നീ പറയുന്നതൊക്കെ ചിലപ്പോൾ അയാൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അയാളെ പറ്റിയുള്ളൊരു നല്ല എവിഡൻസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും അയാളെ പൂട്ടണം. പിന്നെ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ, വാട്സപ്പിൽ. അല്ലാതെ കോൾ ചെയ്യാൻ നിൽക്കണ്ട. നിൻ്റെ ഒരു വാക്ക് പോലും അയാളുടെ ചെവിയിലെത്തരുത്. ഞാൻ ഫോൺ കട്ട് ചെയ്യാം. ഞാൻ അഡ്രസ്സ് സെൻഡ് ചെയ്യാം. ഇന്ന് വൈകിട്ട് നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. മറുപുറത്ത് നിന്നും വന്ന മറുപടി കേട്ട് ഡേവിഡ് ഒന്ന് ഭയന്നു. എനിക്കെതിരായ എവിഡൻസോ? ഏതാ ഇവള്? കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്തോ തലയിൽ ഉദിച്ചതുപോലെ അവന്റെ കണ്ണുകൾ വിടർന്നു. ഈ പെണ്ണല്ലേ അവിടെ കൂടെ ഹോസ്റ്റലിൽ നിന്ന് എമിലി?
എമ്മു. അവന്റെ കുരുട്ടുബുദ്ധിയിൽ എന്തോ ഉദിച്ചതുപോലെ പെട്ടെന്ന് തന്നെ അവൻ ഫോൺ കട്ട് ചെയ്ത് നേരെ വാട്സപ്പ് എടുത്ത് എമിലിക്ക് ടെക്സ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു എവിഡൻസ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതെന്റെ കയ്യിൽ തന്നെ കിട്ടും. കയ്യിലിരുന്ന അൽവിയാനയുടെ ഫോൺ ഇരുന്നിടത്ത് തന്നെ വെച്ചതിന് ശേഷം അവൻ അവന്റെ മുകളിലത്തെ മുറി ലക്ഷ്യമാക്കി നടന്നു. സമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞു. എമിലി എന്ന എമ്മു ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിന് മുന്നിൽ വന്ന് നിന്ന് മുകളിലോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു ഹൊറർ സിറ്റുവേഷൻ തോന്നുന്നുണ്ട്. കർത്താവേ എന്നെ കാത്തോടെ. വല്ല ബീച്ചോ റെസ്റ്റോറന്റോ പറയേണ്ടതിന് പകരം ഭാർഗവി നിലയം തന്നെ തപ്പി കണ്ടുപിടിച്ചല്ലോ. അതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ഈശ്വര, അൽവി ഇവിടെ ഉണ്ടാവണേ. അതും പറഞ്ഞുകൊണ്ട് വായിൽ വന്ന ദൈവങ്ങളെ എല്ലാം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അവൾ ആ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരനക്കം അവൾ കേട്ടത്. ലോങ് ടൈം നോ സീ ബേബ്. കാണാണ്ടിരുന്നപ്പോ ഞാൻ കരുതി നിന്റെ വെടി തീർന്നു. നീ എനിക്കുള്ള ആയുധം സംഘടിപ്പിക്കാൻ പോയിരിക്കുവാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്പം എനിക്ക് താമസിച്ചു പോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ കെട്ടിടത്തിൽ ഡേവിഡിനെ കണ്ടപ്പോൾ എമിലി ഒന്ന് പകച്ചു. ശേഷം ധൈര്യം സംഭരിച്ചവൾ പറഞ്ഞു തുടങ്ങി, വിശേഷങ്ങൾ എന്നെക്കാളും കൂടുതൽ അങ്കിളിനല്ലേ. അങ്കിൾ, എന്റെ ഫ്രണ്ടിന്റെ പപ്പായെ സ്വന്തം പപ്പയായിട്ട് കാണാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷെ താൻ അന്ന് എന്നോട് അങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയപ്പോൾ മനസ്സിലായി താൻ ആൽവിയോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന്. ഉളുപ്പുണ്ടോടോ തനിക്ക്? അവരുടെ സ്വത്ത് ഇരുന്ന് അനുഭവിക്കുന്നതും പോരാ, മകളെപ്പോലെ കാണേണ്ട ഒരു കുഞ്ഞിനെ. കുഞ്ഞോ? അവളോ? ആ പ്രായമൊക്കെ അവക്ക് കഴിഞ്ഞു മോളെ. ഇപ്പോ അവക്കൊരു കുഞ്ഞാകാറായി. ഇതൊന്നും നീ അറിഞ്ഞില്ലേ? പിന്നെ നീയും ഒന്നും ഉടഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഇവിടെ വെച്ച് ഞാനെല്ലാം ഒന്ന് ഉടച്ചു തരാം. വൃത്തികെട്ട മനുഷ്യനാ നിങ്ങള്. മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി അശ്ലീലം പറയാൻ തന്നെ പോലെ ഒരുത്തന് മാത്രമേ കഴിയുള്ളൂ. മര്യാദയ്ക്ക് അവിടെ നിന്ന് സംസാരിച്ചാ മതി. എന്റെ അടുത്തേക്കെങ്ങാനും വരാൻ ശ്രമിച്ച മരിച്ചു വീഴും ഇവിടെ. എന്താ മോളെ, വാക്കുകളൊക്കെ പറയുമ്പോ പതറാണ്ട് പറയണ്ടേ? നിന്റെ ഈ വിറയ്ക്കുന്ന ചുണ്ടുകളൊക്കെ കാണുമ്പോ കടിച്ചെടുക്കാൻ തോന്നുക. അന്നൊന്ന് കൈ കിട്ടിയിട്ട് പോലും ഒന്ന് പെരുമാറാൻ പറ്റിയില്ല. ചിലപ്പോ കർത്താവ് ഈ ബിൽഡിംഗ് ആയിരിക്കും നമുക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ മോളെ എമിലി? അതും പറഞ്ഞുകൊണ്ട് ഡേവിഡ് അവളുടെ അരികിലേക്ക് അടുത്തതും പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട് ഡേവിഡ് തിരിഞ്ഞു നോക്കി. അതെ പപ്പ, പപ്പായ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുന്ന ബിൽഡിംഗ് ആയത്. തിരിഞ്ഞു നോക്കിയ ഡേവിഡ് അല്പമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവന്റെ കണ്ണുകളിൽ സന്തോഷമാണ് ഉണ്ടായത്. ഓ, എന്റെ പുന്നാരമോളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നല്ലാതെ, ഇന്ന് പപ്പയുടെ ദിവസമല്ലേ. പപ്പയുടെ പുന്നാരമോളും പപ്പയുടെ കൂടെ തന്നെ ഉണ്ടാവും. വാട്ട്സ് യുവർ ലാസ്റ്റ് വിഷ് പപ്പ? വെൽ പ്ലാൻഡ്. ഞാൻ വിചാരിച്ചു എനിക്കൊരു ലോട്ടറി അടിച്ചതായിരിക്കും. ബട്ട് ഇതൊരു പ്ലാൻഡ് ആയിരുന്നെന്ന് അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ബട്ട് ഐ ആം സോ ലക്കി നൗ. ഒരു വെടിക്ക് 2 പക്ഷികൾ. ആൽവിയെ ഞാൻ പിന്നത്തേക്ക് ഒഴിഞ്ഞു വെച്ചിരുന്നതായിരുന്നു. എന്തായാലും സിറ്റുവേഷൻസ് ഒക്കെ ഒത്തുവന്ന സ്ഥിതിക്ക് 2 പേരിരുന്നാലും എനിക്ക് സന്തോഷം തന്നെ. അവരെ ഇരുവരെയും കടന്നു പിടിക്കാൻ ശ്രമിച്ച ഡേവിഡിനെ ലക്ഷ്യമാക്കി മറ്റൊരു ശബ്ദം അവിടെ ഉയർന്നത് ഡേവിഡിനെ വല്ലാതെ ഭയപ്പെടുത്തി. അപ്പച്ചാ, എവിടെ? പുറകോട്ട് നോക്ക്. മുന്നോട്ട് നീട്ടിയ കൈകൾ പിൻവലിച്ചുകൊണ്ട് ഡേവിഡ് പെട്ടെന്ന് തന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കി.
രണ്ടുപേരെ കണ്ടതും അവൻ വല്ലാതെ ഭയന്നു. എന്താണ് അതൊരു തുണ്ടുപടത്തിന്റെ സീൻ പോലും വന്നില്ല. അതിന് മുന്നേ നീ അങ്കിളിനെ കയറി വിളിച്ചു. അങ്കിള് കണ്ടിന്യൂ അങ്കിളെ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. അത് കേട്ട് മറ്റിരുവരും ചിരിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ എമിലിയുടെ മുഖഭാവം മാറി. തുണ്ടുപടം കാണാനിരിക്കുവാണല്ലേ? വീട്ടിലേക്ക് വാ, തുണ്ടമാക്കും ഞാൻ നിങ്ങളെ. അവിടെ എന്തോ കരിഞ്ഞു പുകയുന്നു. എമ്മോ, ഞാൻ വെറുതെ പറഞ്ഞതടി. അങ്ങനെ അങ്കിളിന് ഇട്ട് കൊടുക്കൂ. ആ തുണ്ടുപടത്തിലെ നായകൻ ഞാനായിരിക്കും. നീ അതോർത്ത് പേടിക്കണ്ട. ഡാഡാ, സ്വന്തം ആങ്ങളെ ഇവിടെ നിൽക്കുന്നെന്ന് മറന്നു പോവല്ലേ? നിന്റെ അനിയത്തിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കിയതാ. നിങ്ങൾ നിൽക്കുന്ന ആരെങ്കിലും മറന്നു പോയടിയാ. ഇതേ സമയം അതീവ ദേഷ്യത്തോടുകൂടി ഡേവിഡ് അൽവിയാനയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, എന്താടി, കാമുകനെയും കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാനാണോ സ്കെച്ച് ചെയ്ത് ഈ ബംഗ്ലാവിലോട്ട് എന്നെ കൊണ്ടുവന്നത്? അപ്പച്ചൻ പിന്നെയും കോളടിച്ച് കണ്ടുപിടിച്ച് കളഞ്ഞല്ല കൊച്ച് കള്ളൻ. ഞങ്ങൾ അതിനു വേണ്ടി തന്നെ അപ്പച്ചനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പച്ചൻ എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് പറയാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്ര പെട്ടെന്ന് എന്നെ തീർക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ DCP സാറേ? ഇവിടെ സ്റ്റെപ്പ് ഫാദർ എന്നുള്ള ഒരു വട്ടപ്പേരി മാത്രമല്ല ഞാൻ ഈ കണ്ട സ്ഥാപന ജംഗമ വസ്തുക്കൾ കൈകളിലിട്ട് അമ്മാനമാടുന്നത്. അവിടെ വീട്ടിൽ തളന്നൊരുത്തി കിടപ്പില്ലേ, ഇവിടെ തള്ള. അവള് തളന്ന് വീഴുന്നതിന് മുമ്പ് ഞാനൊരു സാധനം ഇങ്ങോട്ട് ഒപ്പിട്ട് വാങ്ങിച്ചായിരുന്നു. അത് കേട്ടതും മറ്റും 4 പേരുടെയും മുഖത്തുണ്ടായിരുന്ന ചിരികൾ പയ്യെ മങ്ങി വന്നു. ഇത് കണ്ട് ഡേവിഡ് ഉള്ളിൽ ഉറിച്ചിരിച്ചുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വിശദീകരിച്ച് 2 പേർക്കും, സോറി 4 പേർക്കും പറഞ്ഞു തരാം. ഇവിടെ തന്തയെ ഇല്ലാതാക്കാനും ഇവിടെ തള്ളയെന്ന് പറയുന്നവളെ വശീകരിച്ച് വിവാഹം കഴിച്ച് വശത്താക്കാനും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ ബുദ്ധിമുട്ടുകൾ ആലോചിച്ച ഈ കണ്ട സ്വത്തുക്കളൊന്നും പോരാ എനിക്ക് തരാൻ. പിന്നെ എൻ്റെ 2 മക്കളെയും കണ്ടപ്പോ ഇവിടെ തള്ള വല്ലാതെ അലിവ് തോന്നി വീണുപോയി. അതെനിക്കൊരു ആവശ്യമായി. ആ സെന്റിമെന്റ്സ് പിടിച്ച് ഞാൻ ഇവിടെ തള്ളയെ അങ്ങ് സ്വന്തമാക്കി. അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് സ്വത്തല്ല ഇവിടെ തള്ളയുടെ പേരിലല്ല ഇവരുടെ പേരിലാണ് ഉണ്ടാക്കി ആ തന്ത ഇട്ടിട്ട് പോയതെന്ന്. പ്രായപൂർത്തിയാക്കാണ്ട് ഇവളെ എനിക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. ഇവളെ കൈയോടെ അങ്ങ് തട്ടിക്കളയാന്ന് ആദ്യമേ വിചാരിച്ചത്. അപ്പൊ വേറൊരു നഗ്നമായ സത്യം കൂടി അറിഞ്ഞു. ഇവളില്ലാണ്ടായ സ്വത്തുക്കൾ മുഴുവൻ ട്രസ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ ഈ കണ്ട സ്വത്തുക്കളൊന്നും കണ്ടീ കണ്ട ട്രസ്റ്റുകാർ തിന്നേണ്ട ആവശ്യമില്ല എന്ന് കരുതി ഞാനൊരു പുലിയെ പോലെ പതുങ്ങിയിരുന്നു വർഷങ്ങളോളം. ഇവള് വലുതായി വന്നപ്പോ എന്റെ കാര്യങ്ങളെല്ലാം ഇവള് മനസ്സിലാക്കിയെടുത്തു. അത്രക്ക് ബ്രില്യൻ്റ് ആണ് എന്റെ പുന്നാര മോള്. പക്ഷെ അവളെക്കാളും ബ്രില്യൻ്റ് ആയിപ്പോയി ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ തള്ളയുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പവർ ഓഫ് അറ്റോർണി ഞാൻ എഴുതിയെടുത്തായിരുന്നു. ബുൾഷിറ്റ്. എന്ത് പവർ ഓഫ് അറ്റോർണി? ഇവളുടെ പേരിൽ കിടക്കുന്ന സ്വത്തുക്കൾ അങ്ങനെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനാകും? എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് മിസ്റ്റർ ഡേവിഡ്. അപ്പച്ചൻ പറഞ്ഞു തീർന്നില്ലല്ലോ മരുമോനെ. അതിനു മുമ്പേ അടങ്ങ് നീ. എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ്. എന്നെങ്കിലും എൻ്റെ വെടി ഇവളുടെ കൈകൊണ്ട് തീരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവളുടെ പാതി സ്വത്ത് എൻ്റെ ബാധ്യതകൾ തീർക്കാനായിട്ട് അങ്ങോട്ട് പോകും. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയേണ്ട അവസ്ഥ ഒരുവർക്ക്. മുഴുവൻ സ്വത്തിന്റെ 4/1 ഇപ്പോഴേ ഞാൻ കടവാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയുള്ള സ്വത്തിന്റെ പാതി കൂടി പോയാ ഇവളുടെ വയ്യാണ്ട് കിടക്കുന്ന തളയും എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അത്രേ ഉള്ളോ?
നോ. ആൽവി, അരിപ്പൊടി എന്താടി നിനക്ക് സ്വത്താണോ വലുത് അതോ മനസമാധാനാണോ? അത് മനസമാധാനം തന്നെ വലുത്. എങ്കി എന്റെ കൂടെ ഇങ്ങ് പോര്. നിന്നെ പോറ്റാനുള്ള ചങ്കുറപ്പ് എനിക്ക് എന്തായാലും ഉണ്ട്. പിന്നെ നിന്റെ സ്വത്ത് പോകുന്നുള്ള ഭയമാണേ അത് വേണ്ട. ഈ നാറി പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഇങ്ങനെ ഒരു നിയമം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ വന്നതായിട്ട് എന്റെ അറിവിലില്ല. പിന്നെ നിന്റെ സ്വത്ത് എങ്ങനെ അയാളുടെ ബാധ്യത തീർക്കാൻ പോകുന്നു? അത് ചിന്തിക്കാനുള്ള മൂളയൊന്നും നിങ്ങൾക്കാർക്കും ഇല്ലേ? വെറുതെ നോയ്സൻസ് കേൾക്കണ്ടെന്ന് കരുതി അവനെ ഞാൻ തട്ടിക്കളഞ്ഞത്. അവന്റെ മരണം അടുത്തെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത്. പക്ഷെ അവൻ അറിഞ്ഞില്ല എതിർക്കി നിൽക്കുന്നത് നിയമം പഠിച്ച 2 ഉദ്യോഗസ്ഥരാണെന്ന്. ഇവന് നിയമം അറിയാവോന്ന് തമ്പുരാൻ അറിയാം, ബട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് അവനെ തീർത്തത്. ഡാ അടുപ്പിൽ ഊതണവന്റെ അവിടെ ഊതല്ലേ. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇവനെ കൊന്നതിന്റെ കേസ് അതാകും മോനെ, നീ പെടും. നോ മാൻ, ഇവൻ ചത്തത് നമ്മൾ 4 പേരും അല്ലാതെ വേറൊരു ജീവൻ പോലും അറിയില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. ഈയിടെ എന്താ വിഡിത്തമാടായി പറയുന്നത്? പിന്നെ ഇവൻ ചത്തുപോയത് ഇന്നല്ലേ നാളെ പുറലോകം അറിയത്തില്ലേ? ഈ മരിച്ചു കിടക്കുന്ന ഒരു നായിന്റെ മോനാണെങ്കിലും ഇത് ഇവളെ ബാധിക്കും. നീ എന്ത് പരിപാടിയാടാ കാണിച്ചു പോയി? അളിയാ, നീ എന്നോട് ചോദിച്ചില്ലേ ഈ ഭാർഗവി നിലയം എന്തിനാ ചൂസ് ചെയ്തതെന്ന്? കാരണം ഇത് ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ മേടിച്ചിട്ട് ഭാർഗവി നിലയം തന്നെയാണ്. ഇവനെ ഖബറടക്കാൻ ഇവിടെ തന്നെ ഇവനെ കുഴിച്ചു മൂടി ഒരു കുഞ്ഞു പോലും അറിയാൻ പോകുന്നില്ല ഇവൻ മരിച്ചത്. നാളെ പുറംലോകം അറിയുന്നത് കടബാധ്യതകൾ ഭയന്ന് ഡേവിഡ് ദേവസി നാട് വിട്ടെന്നാണ്. ഇവന്റെ ലയബിലിറ്റീസ് ഇവൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇവന്റെ ഏതെങ്കിലും ഒരു കബോർഡിൽ ചെന്ന് തൊപ്പിയാൽ മതി, ആ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. നാളെ അത് പത്രമാധ്യമങ്ങൾക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതും ഒരു വാർത്ത. എന്നിട്ട് നമ്മൾ തന്നെ ഇവനെ തപ്പി നടക്കും. നീ വാടാളിയ. വയറുറച്ച് ബുദ്ധിയോടെ പന്നി നിനക്ക്. അതും പറഞ്ഞുകൊണ്ട് ആൽവിയുടെ പിന്നാലെ ജെയിംസും നടന്നു പോയി. ഇതേ സമയം മരിച്ചു കിടക്കുന്ന ഡേവിഡിന്റെ ഡെഡ് ബോഡിയിൽ നോക്കി കണ്ണും മിഴിച്ചു തന്നെ നിൽക്കുകയായിരുന്നു എമിലി. പെട്ടെന്ന് തന്നെ ജാസ്മിൻ അവളുടെ അരികിലേക്ക് ചെന്നു. എമ്മു, എമ്മു! അവളെ കുലുക്കി വിളിച്ചതും എമിലി പെട്ടെന്ന് തന്നെ ഞെട്ടി വിറച്ചുകൊണ്ട് ജാസ്മിന്റെ മുഖത്തേക്ക് നോക്കി. കൊന്നടി, ദേ കിടക്കുന്ന. അയ്യോ, നാളെ ഇച്ചായന് പോലീസ് പിടിക്കില്ലേ? അപ്പോ പാർവതി ഈ ലോകത്തൊന്നും ഇല്ലായിരുന്നു ഇല്ലേ? ഇതൊരു മാതിരി രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ ബ്രൂസ്ലിയുടെ ആരാണെന്ന് ചോദിച്ച പോലുണ്ട്. നീ നടക്ക് എടി. എന്നാലും എടി, ശവം ഇവിടെ ഇട്ടിട്ട് പോയ നാളെ പ്രേതായിട്ട് അങ്ങനെ വരുമോ? പ്രേതായിട്ട് വരും മിക്കവാറും ഞാൻ തന്നെ. നീ നടക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവർ രണ്ടും നമ്മളെ ഇട്ടിട്ട് അങ്ങ് പോകും. ഈ ഭാർഗവി നിലയത്തിൽ അല്ലാണ്ട് നിൽക്കാൻ തന്നെ എനിക്ക് ഭയമാകുന്നു. അവര് പോയ ആദം പറഞ്ഞുകൊണ്ട് എമിലിയും എമ്മുവും മറ്റവർക്ക് 2 പേർക്കും പിന്നാലെ വെച്ചു പിടിച്ചു. അതെ, ഒന്ന് നിന്നെ, ഒരു കാര്യമുണ്ട്. എന്താ കേറുന്നില്ലേ? അല്ല, ബോഡി കുഴിച്ചിടുന്നെന്ന് പറഞ്ഞിട്ട് എന്താ 2 പേരും പോകുന്നത്? അതിലിത്തിരി തെളിവ് നശിപ്പിക്കലുണ്ട്. അത് നിങ്ങളെ വിട്ടിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ചെയ്യാൻ. എന്താ കൂടുന്നോ ഞങ്ങളുടെ കൂടെ? അയ്യോ വേണ്ട, ഞങ്ങളെ വീട്ടിൽ വിട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എന്നാ എല്ലാരും കേറ്, ടൈം കളയാതെ. അങ്ങനെ ലാസ്റ്റ് എക്സാമും കഴിഞ്ഞു. ഇനി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാം. ആഹാ,
ഷോ, ആരാണോ ഈ നേരത്ത്? റേച്ചലും റയാനും ഒന്ന് ആന്റിയുടെ വീട്ടിൽ നിൽക്കുമെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്താണോ അവര് പോകുന്നത്? ചോദിച്ചു നോക്കാം. ഓ, ഇങ്ങേരോ? ശരിയാക്കി തരാം. എന്താടി ഫോൺ വിളിച്ചാൽ എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടും നിനക്ക്? പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? ഇത് പള്ളിക്കൽ ഹൗസ് അല്ല. മോന് വീട് മാറിപ്പോയി. നേരെ തിരിഞ്ഞു വിട്ടോ, ആ കാണുന്നതാ ഗേറ്റ്. ഇച്ചായ, ചോദിക്കുന്നതിന് മറുപടി തരണം, അല്ലാതെ തർക്കുത്തരം പറയരുത് കേട്ടോടി അൽവി. ഇച്ചായ, പോലീസിന്റെ വേഷവും കള്ളന്മാരുടെ സ്വഭാവം. മുമ്പ് വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അയൽപക്കക്കാരും ചോദിച്ചു തുടങ്ങി, ആദ്യരാത്രി ഇവിടെ വരുത്തുപോക്കുണ്ടല്ലോ എന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോ? പപ്പ മരിച്ചപ്പോ മുതല് ഇപ്പൊ ശൈല്യക്കാര് വരാൻ തുടങ്ങിയോന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞു റിലേറ്റീവ്സ് ആണെന്ന്. ആ പറഞ്ഞ നാട്ടുകാരനെ എന്റെ മുന്നിൽ കൊണ്ടുപോവാ, അവന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം വരുന്നത് ശൈല്യക്കാരനാണോ അതോ നിനക്ക് വേണ്ടപ്പെട്ടവനാണോ എന്ന്. എങ്കിൽ വീട്ടുകാർക്ക് ആദ്യമേ അതിനുള്ള മറുപടി കൊടുക്കേണ്ടത്. റേച്ചലും റയാനും വരെ ചോദിച്ചു തുടങ്ങി, ആരാ ചേച്ചി നമ്മുടെ വീട്ടിൽ വരുന്നത്, ഞങ്ങൾ ആരും അറിയുന്നില്ലല്ലോ എന്ന്. ഞാൻ എന്താ പറയാ? നീ പ്രത്യേകിച്ച് ആരോടും ഒന്നും പറയാൻ പോകണ്ട. നമുക്ക് അടുത്ത മാസം തന്നെ നമ്മുടെ മാരേജ് ഡേറ്റ് അനൗൺസ് ചെയ്യാം, പോരെ? അയ്യാടാ, ഡേവിഡ് ഡേവ്സി മരിച്ചിട്ട് 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് എങ്ങനെയാ ഒരു മംഗളകർമ്മം നടത്തുന്നത്? മരിച്ചത് എന്റെ സ്റ്റെപ്പനാണെങ്കിലും റേച്ചലിനും റയ്യാനും അങ്ങേര് സ്വന്തം പപ്പ തന്നെയാ. അവരാവേശമത്തിൽ നിന്നൊന്നും മാറി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ വിവാഹമൊക്കെ കഴിക്കുന്നത് ശരിയാണോ? ഇതാ പ്രശ്നം. ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയുമ്പോ പണ്ടത്തെ ആൾക്കാർ പറയും പോലെ വെള്ളത്തിൽ കൂടിയും കരയ്ക്ക് കൂടിയും നിനക്ക് പറ്റത്തില്ല. പിന്നെ പറ്റിയൊരു സൊല്യൂഷൻ ഇതാ. ഈ ചായ വേണ്ടാട്ടോ, ഇന്ന് വേണ്ട. ഞാൻ പറയുന്ന കേക്കാൻ ഒച്ച വെച്ച് നീ തന്നെ നാട്ടുകാരെ അറിയിക്കാതെ മിണ്ടാതിരിക്കടി. ദേ അരിപ്പൊടി, ഇങ്ങനെ പോയാൽ മിന്നു കിട്ടുന്ന സമയത്ത് കയ്യിൽ ഒരു കുഞ്ഞും ഉണ്ടാകും കേട്ടോ. നിർത്ത്. നോട്ട് അറ്റ് ഓൾ. അരിപ്പൊടി, മര്യാദയ്ക്ക് നിർത്തിക്കോ, അതായിരിക്കും നല്ലത്. അടങ്ങിക്കിടന്നു, എനിക്ക് ഡ്യൂട്ടി ഉള്ളതാ. ഇത് കഴിഞ്ഞിട്ട് വേണം സ്റ്റേഷനിലേക്ക് പോവാൻ. ഇപ്പൊ തന്നെ പോണോ? കുറച്ച് കഴിയട്ടെ എന്നേ. പോകാതെ പിന്നെ ഞാനിവിടെ തന്നെ നിക്കുവാണെങ്കി നിന്റെ നാട്ടുകാരെന്തെങ്കിലും പറയില്ലേ? സോറി, ജെയിംസിനെ ഏൽപ്പിച്ചാ പോകുന്നത്. പോയില്ലേ ശരിയാവില്ല, അതുകൊണ്ട്. അതെന്തൊരു പരിപാടിയാ? എന്ത്? നീ എന്നെ വഴി തെറ്റിക്കും. എങ്കി പിന്നെ ഒരു കിസ് കൂടാകാം. ഇറങ്ങിപ്പോടോ. ബൈ. മോനെ റയാനേ. എന്നതാ വല്യമ്മച്ചി? അവരുടെ കൂട്ടരുടെ മിന്നുകെട്ട് കഴിഞ്ഞില്ലയോ? അടുത്തത് നമ്മുടെ കൊച്ചിന്റെ അല്ലേ? അവരെ കാണുന്നില്ലല്ലോ. ഓ, അതെന്തൊരു വർത്താനമാ വല്യമ്മച്ചി. ജെയിംസ് അച്ചായനും എമിലിയും നമുക്കിനി അന്യരാണോ? ഒന്നുമില്ലേലും നമ്മളൊക്കെ ഇനി ബന്ധുക്കളല്ലയോ? ഓ, എന്തോന്ന് ബന്ധത്തം പറയാനാടാ കൊച്ചനെ.
നമ്മുടെ കൊച്ചിന്റെ കെട്ട് തനിച്ചങ്ങ് നടത്തിയാ മതിയായിരുന്നു. എല്ലാം കൂടി ഇപ്പൊ ഒരുമിച്ച് ഒരുമാതിരി അവിയല് പോലെ. ഇതിപ്പോ 2 കല്യാണം കൂടേണ്ട സ്ഥാനത്ത് ഒറ്റ കല്യാണത്തിൽ നിർത്തേണ്ട അവസ്ഥ വന്നില്ലയോ? ഓ, അതിപ്പോ ഒരു നല്ല കാര്യമല്ലയോ വല്യമ്മച്ചി? 2 കല്യാണം ഒരുമിച്ച് നടത്തിയതുകൊണ്ട് ഇപ്പൊ അമ്മച്ചിക്ക് ഇരുന്ന് കാണാൻ പറ്റി. നാളെ കർത്താവ് എങ്ങാനും അമ്മച്ചി അങ്ങോട്ട് വിളിച്ചാ ഇതിലേതെങ്കിലും ഒരു കല്യാണം മിസ്സായി പോകത്തില്ലയോ? എന്തുവാടാ നീ പറഞ്ഞത്? എന്നെ പരലോകത്തേക്ക് എടുക്കുമെന്നില്ലയോടാ നീ പറഞ്ഞതിന്റെ അർത്ഥം? നിന്നെ ഞാനുണ്ടല്ലോ. അയ്യോ, എന്റെ വല്യമ്മച്ചി എന്നെ പ്രാഗലേ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്. നമ്മുടെ അൽബിമാര് രണ്ടുപേരും ദേ ഇപ്പൊ ഇങ്ങോട്ട് വരും. അമ്മച്ചി ഇവിടെ ഇരിക്ക്. ഓ, എന്റെ കർത്താവെ രക്ഷപ്പെട്ട എന്റെ അമ്മ. എവിടെ നോക്കിയാടാ പട്ടി നടക്കുന്നത്? എന്റെ പൂമാലയും പൊക്കയും താഴെ കളഞ്ഞിട്ട് നീ എന്നോട് ചൂടാകുന്നു ഒരു പുല്ലേ. ആഹാ, അപ്പൊ പൂമാലയും ബൊക്കെയൊക്കെ നീയാണല്ലേ എടുത്തോണ്ട് പോയത്? എവിടെ കൊണ്ട് വെച്ചിരിക്കുവായിരുന്നടാ? എത്ര നേരമായി അവിടെ നിന്ന് നോക്കുന്നു ഞങ്ങള്. കാണാഞ്ഞിട്ട് ഇപ്പൊ കടയിൽ വിട്ട് മേടിപ്പിച്ച് അച്ഛന് വെഞ്ചരിക്കാനായിട്ട് കൊടുത്തു ഞാന്. വേറെ മേടിച്ചാ? അയ്യോ, അത് ഞാൻ കാറിന്ന് ഇതെടുത്തോണ്ട് വന്നപ്പോഴേ വല്യമ്മച്ചി എന്നെ പിടിച്ചു നിർത്തി ഓരോന്നും സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ സമയം പോയി അറിഞ്ഞില്ല. അൽബിമാര് വന്നാ? അവര് വന്നെങ്കി ഇവിടെ കാണത്തില്ലേ? നീ എന്താ പൊട്ടനാണോ? അങ്ങോട്ട് മാറി വെക്കടാ. ജെയിംസ് ചായനും എമിലിയും കൂടി വരുന്ന കണ്ടില്ലേ? അതും പറഞ്ഞുകൊണ്ട് റേച്ചൽ റയാനെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയതും എമിലിയും ജെയിംസും അവരെ മറികടന്ന് പുറത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. അങ്ങനെ എമിലിയുടെയും ജെയിംസ് ചായന്റെയും മിന്നുകെട്ട് കഴിഞ്ഞു. ഇനിയിപ്പൊ ആൽബിമാരുടെ മിന്നുകെട്ട് വരാൻ പോകുന്നു. അതിനെന്തിനാടാ നീ ഇത്രയും വലിയൊരു നെടുവേർപ്പെടുന്നത്? അല്ലടി, നമ്മുടെയൊക്കെ കല്യാണം ഇനി എന്നാണോ എന്തരോ? അതിലൊരു കറക്ഷൻ ഉണ്ട് മോനെ. നിന്റെ കല്യാണം ചിലപ്പോ ഒക്കെ അറിയാൻ പറ്റില്ല, ബട്ട് എന്റേത് ഉടനെ ഉണ്ടാകും. സത്യയിടും? അപ്പൊ ചെറുക്കനോ? ഞാനൊരെണ്ണത്തിനെ കണ്ടുവച്ചിട്ടുണ്ട്. ദാ അങ്ങോട്ട് നോക്കൂ, അതാണ് എന്റെ മണവാളൻ. ഞാൻ സ്വപ്നത്തിൽ കണ്ട എന്റെ രാജകുമാരൻ എൻഗേജ്മെന്റിന് കണ്ടതാ. എനിക്കൊക്കെ ഇഷ്ടായി. നിനക്ക് ഇഷ്ടായി, സമ്മതിച്ചു. അയാൾക്കോ? ബൈ ദ വേ, ആരാണ് അയാള്? കണ്ടിട്ടൊരു തടിമടലിന് കൊണ്ടല്ലോ. 6 പാക്കാണത്, അല്ലാതെ നിന്റെ പോലെ ഫാമിലി പാക്ക് അല്ല. നീ ഫാമിലി പാക്കും കൊണ്ട് നടന്നോ, വീഴും പെമ്പിള്ളേര്. അതും വല്ല കാല് തട്ടിയായിരിക്കും എന്നേ ഉള്ളു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഭാവി ഇച്ചായന്മാരുടെ, സോറി ഭാവി അല്ലല്ലോ, ഇപ്പൊ മിന്നുകെട്ട് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ഇച്ചായന്മാരാകുമല്ലോ. ഇച്ചായന്മാരുടെ ഫ്രണ്ടാ. കൊള്ളാം, എന്റെ ത്രയിലും കാണാനൊരു മഞ്ചൊക്കെ ഉണ്ട്. ഓ, അങ്ങനെ നിനക്ക് ഒരുത്ത സെറ്റായി. എനിക്കുള്ളവൾ എവിടെയാണ് ദൈവമേ പിറന്നിരിക്കുന്നത്? കർത്താവിനെ കാട്ടിത്തരൂ. സഹോദരി, നീ അങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കൂ. നീ ലൈൻ അടിക്കാൻ ശ്രമിക്കുന്ന ആ ചെറുക്കൻ വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നു. എടാ പോടാ പുള്ളി, അതങ്ങേറ് പെങ്ങളാ. പെങ്ങളാ? ആഹാ, വല്ലാണ്ട് എനിക്കങ്ങ് ഇഷ്ടായി. കർത്താവേ, ഇവനാണ് എന്റെ ലൈഫിലെ യൂദാസ്. നീ അങ്ങനെ നോക്കിയോ കൊന്നോളയും ഞാൻ. നോക്കൂടി, അങ്ങനെ നിനക്ക് മാത്രം ലൈഫ് കിട്ടണ്ട, എനിക്കും വേണം ഒരു ലൈഫ്. നല്ല മൊഞ്ചെത്തി പെണ്ണ്. നിങ്ങൾ മലപ്പുറത്ത് പോയാ കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. നീ വന്നേ, ബാ ആൽബിമാരുടെ കല്യാണം കാണാം. ഇങ്ങനെ പോയി കഴിഞ്ഞാ നീ എന്റെ കഞ്ഞിയിൽ വലിയൊരു പാറ്റയാകും. ഇങ്ങോട്ട് ആടാർക്കാ കെട്ട് കാണാൻ പോവാ. என்னிலே உடல்
bride and groom share happiness through kisses. അയ്യോ, ഞങ്ങളോ? എന്തിയേ, കിസ് വേണ്ടേ? അതിവിടെ വെച്ച് എല്ലാരും ഇല്ലേ? നീ കണ്ണടച്ചു, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. Congratulations, Miss Salvin. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വ്യൂവേഴ്സിന് ഒരു താങ്ക്സ് പറയണ്ടേ? താങ്ക് യു സോ മച്ച് വെയിറ്റ് ചെയ്തതിന്. താങ്ക് യു.